അവരുടെ കൃഷിയിലെ ഏറ്റവും വലിയ ശത്രു ഇതിനകത്ത് വരുന്ന പുഴുക്കളാണ്. ഈ ഫ്ലവർ അങ്ങ് ആയി വരുമ്പോൾ ഇവന് ഇതിനകത്തോട്ട് കയറി പറ്റും. പിന്നെ ഭയങ്കര പാടാണ്. ഇന്ന് നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് ഇവരും ഒരു പാർട്ടാണ്. ഇതാണ് നമ്മൾ കെട്ടിവെച്ചിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് കെട്ടഴിച്ചു കൊടുക്കാം. ഇവിടെ ഒരാളെ കെട്ടിവെച്ചിരിക്കുന്നു, ഇവിടെ കെട്ടിവെച്ച് ഒരു ചെടി നടുമ്പം തൊട്ട് അതിന് വെള്ളം ഒഴിച്ച് വളവിട്ട് മരുന്നടിച്ച് കാത്തുള്ള ഇരിപ്പ്, അങ്ങനെ അതിൻ്റെ ഒടുവിൽ വിളവെടുപ്പ്. അതാണ് നമുക്കൊക്കെ ഏറ്റവും സന്തോഷം തരുന്നത്. നമുക്ക് ഇവിടെ തൊട്ട് കെട്ടഴിച്ച് തുടങ്ങാം. അപ്പം ഞാനിതിൻ്റെ കെട്ടൊക്കെ അഴിച്ചു മാറ്റുവാണ്. യെസ്, അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ ഇതാണ്ട് നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരെണ്ണമുണ്ട്. ഇതിനെ അങ്ങ് മുറിച്ചെടുക്കാം. അപ്പോൾ ഈ കെട്ട് കളയുന്നില്ല, കാരണം ഇനി കെട്ടിക്കൊടുക്കാൻ ആൾക്കാരുണ്ട്. കോളിഫ്ലവർ മുറിച്ചെടുക്കാനായിട്ടേ നല്ലൊരു പിച്ചാത്തി തന്നെയാണ് നല്ലത്. എന്നിട്ട് ഒരു ഫ്ലവർ കിട്ടി. അടുത്തതായിട്ടേ നമുക്ക് ഈ കെട്ടി വെച്ചിരിക്കുന്ന കോളിഫ്ലവറാണ് മുറിച്ചെടുക്കാൻ പോകുന്നത്. ആദ്യമേ കെട്ടങ്ങ് അഴിക്കാം. യെസ്, നല്ല ഒരുവിധം വലിയൊരു കോളിഫ്ലവർ തന്നെയാണിത്. നമുക്ക് ഇതിനെ അങ്ങ് മുറിച്ചെടുക്കാം. എടുത്തത് ഇതാണ് ഇപ്പം നമ്മൾ വിളവെടുത്ത കോളിഫ്ലവറുകൾ. 3 എടുത്തു. എല്ലാം ഒരുവിധം വലുതാണ്. നമ്മുടെ ഒരു ദിവസത്തെ കറിക്ക് ആവശ്യമുള്ളതാണ് ഇത്രയും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഒരു കൊച്ചു കാര്യമാണെങ്കിൽ പോലും അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ ഒരു വിളവ്. ഇതാണല്ലോ ഒരു കൃഷി ചെയ്യുന്നയാളുടെ സോ വൺസ് ഫ്ലവർ ആയിക്കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും നമ്മൾ ഇതിനകത്ത് കീടനാശിനികൾ അഴിച്ചു കൊടുക്കണം. ഞാൻ അടിച്ചു കൊടുക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ്. ഇങ്ങനെ കോളിഫ്ലവർ ഉണ്ടാക്കാൻ നമുക്ക് ആർക്കും പറ്റും. പിന്നെന്തിന് ഈ വിഷമുള്ള പച്ചക്കറികൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കണം? ഇത്ര ഓർഗാനിക് ആയിട്ടുള്ള സാധനം നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ. പിന്നെ ഏത് കൃഷി നട്ടാലും പല പ്രായത്തിലുള്ളവരെ നടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്കാലവും പച്ചക്കറികൾ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. കാരണം ഇത് കണ്ട, ഇതിപ്പോൾ ഞാൻ 3 എടുത്തു. ഇനി അടുത്ത ഒരാഴ്ച കഴിയുമ്പോഴേക്കും അടുത്ത ആൾക്കാർ റെഡിയാകും. അപ്പോൾ എന്നും നമുക്ക് നമ്മുടെ കോളിഫ്ലവർ അല്ല വേറെ ഏത് പച്ചക്കറി ആണെങ്കിലും ഡെയിലി എടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ വർഷത്തിൽ പല പ്രാവശ്യങ്ങളായിട്ട് വേണം പല ചെടികളെ നട്ടെടുക്കാൻ.